പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവിൻ. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരൊക്കെ നമുക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യണം, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണം, മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം. യേശുവിനോട് നമ്മൾ പറയും, കർത്താവേ നീ എനിക്ക് ഇങ്ങനതൊക്കെ ചെയ്തു തരണം, ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ആദ്യം നിങ്ങൾ അത് ചെയ്യ. കർത്താവ് യേശുനാഥൻ നമുക്ക് വേണ്ടി എന്താ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആദ്യം നമ്മൾ അത് ചെയ്യാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടാകണം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കും, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. ആ വായിച്ച വേദഭാഗത്തിന് താഴേക്കൊക്കെ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, അവർക്ക് നന്മ ചെയ്യുവീൻ എന്നൊക്കെ പറയുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമുക്ക് പരിഭവങ്ങളാ, അയ്യോ എന്നെ ആരും സ്നേഹിക്കുന്നില്ല, നമ്മൾ എത്ര പേരെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ ആരും കരുതുന്നില്ല, നമ്മൾ എത്ര പേരെ കരുതുന്നുണ്ട്. എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ എത്ര പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ആരും ഒന്നും തരുന്നില്ല, നമ്മൾ എത്ര പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശന്നപ്പോൾ എനിക്ക് ആഹാരം ആരും തന്നില്ല, നമ്മൾ എത്ര പേരെ വിശപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പകരത്തിന് പകരം ചെയ്യാതിരിക്കാതെ ആദ്യം നമ്മൾ മുൻപന്തിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അവർ ചെയ്തിട്ട് ഞാൻ ചെയ്യാമെന്നുള്ളതല്ല, ഞാൻ ചെയ്തിട്ട് അവർ ചെയ്യട്ടെ എന്നുള്ളൊരു പ്രവണതയിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ വരുന്നുവെങ്കിൽ നമുക്ക് വലിയ അനുഗ്രഹമാണ് ഇന്ന് പൽക്കാലം ലഭിക്കാൻ പോകുന്നത്. യേശു അതാ ചെയ്തത്. യേശുവിന് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ യേശു ആദ്യം അവർക്ക് വേണ്ടി ചെയ്തു, ഇല്ലേ? വിശന്നിരിക്കുന്നവർക്ക് യേശു ആഹാരം കൊടുത്തു, രോഗികൾക്ക് യേശു സൗഖ്യം കൊടുത്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ഇതൊക്കെ യേശു ചെയ്ത കാര്യങ്ങളാണ്. അതുപോലൊക്കെ നമ്മൾ മരിച്ചവരെ ഉയർപ്പിക്കണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ അവനെ കൊല്ലാതെ കൊല്ലുന്ന ഒരു അനുഭവം, സ്നേഹിക്കാതിരിക്കുന്നുവെങ്കിൽ കൊല്ലാതെ കൊല്ലുന്നതിന് ഒരു എന്നാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളെ കൊല്ലാൻ നിൽക്കുന്നവൻ അവൻ നമ്മളിലേക്ക് അവൻ കടന്നു വരുവാനിടയായിരിക്കും. ആകയാൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇന്ന് പകൽക്കാലം നിങ്ങൾ ആദ്യം അവർക്ക് വേണ്ടി അത് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കാത്തവരുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് സ്നേഹിക്കുക. നിങ്ങളോട് സംസാരിക്കാത്ത ആളുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്ന് സംസാരിക്കുക. ഒരു ചെറിയ കയ്പിന്റെ വേരെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പകൽക്കാലം നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. കയ്പിന്റെ വേരിനെ നിശേഷം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി ഇന്ന് പകൽക്കാലം പ്രത്യാശയുള്ള സന്തോഷമുള്ള ഒരു ഹൃദയത്തോടെ മറ്റുള്ളവരോട് ഇടപെടുവാനും, കയ്പിനെ മാറ്റി ഹൃദയത്തിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മയും നമ്മുടെ തലമുറകളെയും ദൈവം മാനിക്കും. ആകയാൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ചിലത് ചെയ്യാം, സ്നേഹിക്കാം, കരുതാം, കൊടുക്കാം, അവരെ പ്രോത്സാഹിപ്പിക്കാം. അവരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞതുകൊണ്ട് നമുക്കത് ചെയ്യാം. ആകയാൽ ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം.